Hey guys, അങ്ങനെ കാത്തിരിപ്പുകൾക്കും ആകാംക്ഷയ്ക്കും വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ OnePlus Nord 2 ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. കൃത്യം 7:30 ലോഞ്ചിങ് പരിപാടികൾ തുടങ്ങിയത്. പല ചാനലുകളിലും ഇതിന്റെ ലൈവ് പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോ ഞാനും ചില കാര്യങ്ങളൊക്കെ കണ്ടു, ചിലതൊക്കെ നോട്ട് ചെയ്തു. നേരെ നമ്മുടെ തട്ടിലേക്ക് കയറി ഇന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതുന്നത്. നെറ്റ് സ്പീഡ് പോലെ ആയിരിക്കും അപ്ലോഡിംഗ് ഒക്കെ. എന്തായാലും ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ Nord 2 ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ എന്നൊക്കെ വിശേഷിപ്പിക്കാം. സോ ഞാൻ അധികം ഇൻട്രോ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഈ ഒരു മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് ചെക്ക് ചെയ്യാം. സത്യത്തിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ആയാലും, അല്ലെങ്കിൽ ഇതിൻ്റെ ഓവറോൾ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. മുൻപെയുള്ള 9 സീരീസിലെ 9R അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡിസൈൻ വൈസ് ആണ് നല്ല രീതിയിലുള്ള ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്, ബെസ്റ്റ് ലുക്കിംഗ് ആണ്, അടിപൊളിയാണ്. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് നൽകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഡിസ്പ്ലേയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. 6.43 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ, HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട്. സോ ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ആപ്പിലെ കണ്ടന്റ്സ് ഒക്കെ സുഗമമായി ഫുൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നതാണ്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഗൈസ്, അത് വന്നിട്ടുണ്ട്. നമ്മുടെ നോഡിലും ഉണ്ടായിരുന്നു, നോട്ട് സിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനമായിട്ട് വന്ന നോട്ട് സിയിൽ ഉണ്ടായിരുന്നില്ല. വേറെ എന്തോ ഒരു സാധനമാണ്, ഡ്രാഗൺ ട്രെയിൽസ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ് അതിൽ കൊണ്ടുവന്നിരുന്നത്. സോ ഇതിലത് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇത്ര ബഡ്ജറ്റ് ഉണ്ടല്ലോ. സോ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ തന്നെയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിരിക്കും. വീണാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കുകയാണെങ്കിൽ 85% ബെസലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. എന്നാൽ പോലും കാണുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 409 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ എന്താ പറയുക പിക്സൽ ഡെൻസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡിസ്പ്ലേ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ഓവറോൾ നമുക്ക് മികച്ച ഒരു ഡിസ്പ്ലേ തന്നെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ക്യാമറ അല്ല ഗൈസ്, പെർഫോമൻസ്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആരായാലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യം ഈ രണ്ടെണ്ണം തന്നെയാണ്, ക്യാമറ പിന്നെ പെർഫോമൻസ്. സോ നമ്മൾ ആദ്യമേ ഇതിൽ നോക്കുന്നത് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ നൽകിയിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTekന്റെ Dimensity സീരീസിലെ 1200 എന്ന 5G ചിപ്സെറ്റ് ആണ്. MediaTek എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നേക്കാം. സോ അതൊന്നും ആവശ്യമില്ല, കാരണം ഈ ഒരു ചിപ്സെറ്റ് അത്യാവശ്യം നല്ല പെർഫോമൻസ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. 5G ചിപ്സെറ്റ് ആണ്. സോ നല്ല രീതിയിലുള്ള ഡേ ടു ഡേ യൂസേജിനാണെങ്കിലും ഗെയിമിങ്ങിനാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ ഞാൻ പറയുന്നത് വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ഈ ഒരു ചിപ്സെറ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഓക്കെ, ഇനി മറ്റുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ, സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Android 11 ബേസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ OS ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഗൈസ്, ഈ ഓക്സിജൻ OS എന്ന് പറയുന്ന സാധനം ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾക്ക് അത്രയധികം ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും നൽകുന്ന ഒരു OS ആണ് ഇത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഈ OnePlusലും ഞാൻ യൂസ് ചെയ്യുന്നത് OnePlus ആണ്. സോ അതിൽ നിന്നും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ഓവറോൾ നിങ്ങൾക്ക് പ്രോസസ്സറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും കാര്യങ്ങളുമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. 2.6 GHz ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഗൈസ്, ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഈ MediaTekന്റെ Dimensity 1200 എന്ന ചിപ്സെറ്റിൽ നിന്നും വരുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പം നമുക്കിനി നോക്കേണ്ടത് ക്യാമറ ഭാഗമാണ്. സോ നേരെ ക്യാമറ ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് പിൻ ക്യാമറയിലേക്കാണ് പോകേണ്ടത്, റിയർ ക്യാമറ. സോ റിയർ ക്യാമറ വരുന്നത് മെയിൻ ലെൻസ് എന്ന് പറയുന്നത് 50 മെഗാപിക്സലിൻ്റെതാണ്. ഈ 50 ലെൻസ്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് പിൻ ക്യാമറയിലേക്ക് പോകാം. മെയിൻ ലെൻസ് എന്ന് പറയുന്നത് 50 മെഗാപിക്സലിൻ്റെതാണ്, 50 മെഗാപിക്സലിൻ്റെതാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു 50 മെഗാപിക്സൽ ലെൻസ് വരുന്നതെന്ന് തോന്നുന്നു. പെട്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയ സംഭവമായിട്ട് തോന്നാം. എന്നാലും മുൻപുള്ള നോഡിന് 48 മെഗാപിക്സലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 2 MB നോക്കിക്കഴിഞ്ഞാൽ, MP കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 MB മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. സോണിയുടെ സെൻസറാണ് വരുന്നതെന്ന് തോന്നുന്നു. സോ ഫോട്ടോയുടെ ക്വാളിറ്റിയൊക്കെ കണ്ടു തന്നെ അറിയണം. 50 മെഗാപിക്സൽ ലെൻസ് ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ മെയിൻ ലെൻസിൽ നിന്നും പ്രതീക്ഷിക്കാം. 8 മെഗാപിക്സലിൻ്റെതാണ് രണ്ടാമത് വരുന്ന ക്യാമറ. അൾട്രാവൈഡ് ക്യാമറയാണ്. 8 മെഗാപിക്സലിലുള്ള അൾട്രാവൈഡ് ക്യാമറ കൊണ്ട് എത്രത്തോളം മികച്ച അൾട്രാവൈഡ് ഫോട്ടോസ് ആണ് ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുക എന്നുള്ള കാര്യവും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ചില സാമ്പിൾസ് ഒക്കെ ഞാൻ നോക്കിയിരുന്നു, കുഴപ്പമില്ലാത്ത ഒരു നല്ല ക്വാളിറ്റി ലഭിക്കുന്നുണ്ടായിരുന്നു. മെയിൻ ലെൻസിൽ നിന്നും മോശമില്ലാത്ത ക്വാളിറ്റി ലഭിക്കുന്നുണ്ടായിരുന്നു. അൾട്രാവൈഡ് എനിക്കെന്തോ അത്ര
ഒരു തൃപ്തി വന്നില്ല എങ്കിൽ പോലും കുഴപ്പമില്ലാതെ അൾട്രാ വൈഡ് ക്യാമറ മാത്രം നോക്കി നിങ്ങൾ എന്തായാലും ഒരു ഫോൺ വാങ്ങില്ലല്ലോ. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ 2 ക്യാമറ മെയിൻ ലെൻസും ഇതും വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറയാണ്. ഇനി ബാക്ക് ക്യാമറയിൽ റിയർ ക്യാമറയിൽ നമുക്ക് 4K വീഡിയോസ് 30 FPS വരെ ഉള്ള ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫുൾ HD വീഡിയോസ് 1080 പിക്സൽ വീഡിയോസ് 30 FPS 60 FPS to 40 FPS വരെയുള്ള ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് ഡിസ്പ്ലേക്കകത്ത് തന്നെയുള്ളത്. 16 മെഗാ പിക്സലിലെ ക്യാമറ നോഡിലായിരുന്നു, ഫസ്റ്റ് നോഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോഡ് 2ലേക്ക് വന്നപ്പോൾ അത് കൂടിയിട്ടുണ്ട്, 32 ആയിട്ടുണ്ട്, 32 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 4K ഒന്നും ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറ ക്വാളിറ്റി തന്നെ ലഭിക്കും. ഫ്രണ്ട് ക്യാമറയിൽ നിന്നായാലും ബാക്ക് ക്യാമറയിൽ നിന്നായാലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇനിയും അത് ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഒന്ന് കയ്യിൽ കിട്ടി ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് നോക്കട്ടെ. ഞാൻ എന്താണ് പറയേണ്ടതെന്ന് നോക്കാം. കിട്ടി ഗൈസ്. ഇനി പറയുന്നത് ബാറ്ററിയാണ്. സോ ബാറ്ററി ഭാഗം നോക്കുകയാണെങ്കിൽ 4500 mAh ഒരു പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയും 65 വാട്ടിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ചാർജറും നമുക്ക് ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 30 മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ട് 100% ചാർജ് ചെയ്തെടുക്കുവാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. സോ അത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. OnePlusന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും കാര്യങ്ങൾ ബാറ്ററിക്ക് വേണ്ടി അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ഈ ഒരു 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഒക്കെ കൊടുത്തിരിക്കുന്നത് മികച്ച ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി പറയാൻ വിട്ടുപോയതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തേതാണ് കണക്ടിവിറ്റി. നോട്ട് CE ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു ഒറ്റ 5G ബാൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ നോട്ട് 2ലേക്ക് വരുമ്പോൾ 8ഓളം 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇനി സൗണ്ടിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. നല്ല സൗണ്ട് ഔട്ട്പുട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. വളരെ നല്ല പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് ചില വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് അൺലോക്കും വരുന്നുണ്ട്, അതെല്ലാത്തിലും വരുന്നതാണ്. ഇനി നോക്കുകയാണെങ്കിൽ 3 കളർ വേരിയൻറ്റുകളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങുവാനാവുക. ഗ്രേ സിയറ, ബ്ലൂ ഹെയ്സ്, ഗ്രീൻ വുഡ്, അതാണ് ഈ 3 കളർ ഓപ്ഷൻസ്. 8GB RAM 128GB സ്റ്റോറേജ്, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള 6GB RAM 128GB സ്റ്റോറേജ്, പിന്നെ ഏറ്റവും മുകളിലുള്ള 12GB RAM 256GB സ്റ്റോറേജ്. അങ്ങനെയുള്ള 3 വേരിയൻറ്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് അവൈലബിൾ ആണ്. വില യഥാക്രമം 27,999, അതായത് ബേസ് വേരിയൻറ്റിന് 27,999, പിന്നെ 8GB RAM വേരിയൻറ്റിന് 29,999, അതുപോലെ തന്നെ 12GB RAM വേരിയൻറ്റിന് 34,999. അങ്ങനെയാണ് വില ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഓവറോൾ നല്ലൊരു പാക്കേജാണ് നമ്മുടെ ഈ ഒരു OnePlus Nord 2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. സോ നിങ്ങൾക്ക് ധൈര്യത്തിൽ തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. നോട്ട് CE ഞാൻ അധികം സജസ്റ്റ് ചെയ്തിരുന്നില്ല. അത് എന്തൊക്കെയോ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ മുകളിൽ കാർഡായിട്ട് കൊടുക്കാം, അതൊന്ന് പോയി കാണുക. ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ശേഷം തീരുമാനമെടുക്കുക. ഓക്കെ, എന്തായാലും നോട്ട് 2ൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഏകദേശം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നല്ലൊരു സ്മാർട്ട് ഫോണാണ്. സോ ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.